ഒരു നീണ്ട ഇടവേള. അതായത് ഇന്ത്യൻ സിനിമ കാത്തിരുന്നൊരു നിമിഷം. 18 വർഷത്തെ കാത്തിരിപ്പ്. മമ്മൂക്കയും ലാലേട്ടനും ഒന്നിക്കുന്ന മഹേഷ് നാരായണന്റെ പാട്രിയോട്ട്. ഇത് വെറുമൊരു സിനിമയല്ല, ഒരു ഹിസ്റ്റോറിക് ഇവന്റ് തന്നെയാണ്. നിങ്ങൾ ഈ സിനിമയെ കുറിച്ച് കുറെ കേൾക്കുന്നുണ്ടാവും. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഇതിന്റെ പ്ലോട്ടും പെർഫോമൻസും പിന്നെ ടെക്നിക്കലായി സിനിമ എത്രത്തോളം ഹൈ സ്റ്റാൻഡേർഡ് ആണെന്നും വ്യക്തമായി പറയാം. മമ്മൂക്കയുടെ ക്യാരക്ടർ നെയിം ആണെങ്കിലും ഡോക്ടർ ഡാനിയൽ ജെയിംസ് എന്നാണ്. ലാലേട്ടന്റേത് റഹീം നായിക് എന്നും. ഡോക്ടർ ഡാനിയൽ ജെയിംസ് ഒരു ഡേറ്റ പ്രൈവസി എക്സ്പെർട്ട്. അയാളുടെ പോരാട്ടം സെൻട്രൽ ഗവൺമെന്റിന്റെ ചില രഹസ്യ സോഫ്റ്റ്വെയർ മിസ്യൂസിനെതിരാണ്. അതിന് തടയിടാൻ വരുന്ന റഹീം നായിക്. ഇവർ തമ്മിലുള്ള ആ ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട്. ഡേറ്റ പ്രൈവസി, സർവെയിലൻസ്, എസ്പിയോണേജ് ഈ വിഷയങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു ഗ്രൗണ്ടഡ് ത്രില്ലറാണ് പാട്രിയോട്ട്. മാസീവായുള്ള ആക്ഷൻ സീൻസിനേക്കാൾ കൂടുതൽ നമുക്കിവിടെ ഒരു ബ്രെയിനിയർ ത്രില്ലറാണ് കാണാൻ കഴിയുക. ഡോക്ടർ ഡാനിയൽ ജെയിംസായി മമ്മൂക്കയുടെ പെർഫോമൻസ് വളരെ റീസ്ട്രെയിൻഡ് ആണ്. അയാളുടെ ഭയം, ധൈര്യം എല്ലാം ആ കണ്ണുകളിൽ നമുക്ക് കാണാം. ഒരു എൽഡർലി സിറ്റിസൺ, പക്ഷെ ബുദ്ധി കൊണ്ടുള്ള പോരാട്ടം. റഹീം നായിക്കായി ലാലേട്ടൻ വരുമ്പോൾ സ്ക്രീനിൽ ഒരു പ്രത്യേക ഓറ ഉണ്ട്, കമാൻഡിങ് പ്രസൻസ്. ഇവർ രണ്ടുപേരും സ്ക്രീനിൽ വരുന്ന മൊമെന്റ്സ് തിയേറ്ററിൽ അത് ഒരു സെലിബ്രേഷൻ തന്നെയാണ്. 2008 2020 ശേഷം ഇവർ ഒന്നിക്കുമ്പോൾ മഹേഷ് നാരായണൻ അത് വളരെ ക്ലാസിയായി തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഫഹദ് ഫാസിൽ, നയൻതാര, കുഞ്ചാക്കോ ബോബൻ, രേവതി ഇതൊരു താരക നിറയാണ്. ഫഹദിന്റെ ക്യാരക്ടർ സിനിമയിലെ ഒരു സർപ്രൈസ് പാക്കേജ് ആണ്. പിന്നെ നയൻതാരയുടെ പെർഫോമൻസും കഥ പറയുന്നതിൽ വലിയ റോൾ വഹിക്കുന്നു. എല്ലാവർക്കും തുല്യമായ സ്പേസ് ഉണ്ടെന്ന് പറയാൻ കഴിയില്ല, പക്ഷെ ഉള്ള സമയം എല്ലാവരും അവരുടെ റോൾസ് നന്നായി ചെയ്തു. മഹേഷ് നാരായണന്റെ ഡയറക്ഷൻ നമുക്ക് മാലിക് അതല്ലെങ്കിൽ ടേക്ക് ഓഫ് പോലുള്ള ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി നൽകുന്നു. മനുഷ് നന്ദന്റെ സിനിമാറ്റോഗ്രഫിയിൽ ചില സീൻസിന് നല്ലൊരു റെട്രോ വൈബ്, അതായത് 90s ത്രില്ലർ സ്റ്റൈൽ തോന്നിക്കും. വിഷ്വൽസ് ഒക്കെ വളരെ ഗ്രെയിനി ബട്ട് എസ്തറ്റിക് ആണ്. സുഷിൻ ശ്യാം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് സിനിമയുടെ ജീവൻ. പൾസ് ഡ്രൈവിംഗ് BGM സീൻസിനെ കൂടുതൽ ത്രില്ലിംഗ് ആക്കുന്നു. മഹേഷ് നാരായണൻ തന്നെയാണ് എഡിറ്ററും. അതുകൊണ്ട് തന്നെ പേസിംഗ് കറക്റ്റായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പോസിറ്റീവായി പറയുകയാണെങ്കിൽ പെർഫോമേഴ്സും ടെക്നിക്കൽ സൈഡുമാണ് ഹീറോ. നെഗറ്റീവായി ചില ഇടങ്ങളിൽ കഥ കുറച്ച് സ്ലോ ബേൺ ആയി തോന്നാം. ആക്ഷൻ ഫാൻസിന് വേണ്ടിയുള്ള ഇടിപ്പടമല്ല ഇത്, പക്ഷെ നല്ലൊരു പൊളിറ്റിക്കൽ സ്പൈ ത്രില്ലറാണ്. സോ നിങ്ങൾ ഈ സിനിമ കണ്ടോ? മമ്മൂക്കയുടെയാണോ ലാലേട്ടൻ്റെ ആണോ പെർഫോമൻസ് ഇഷ്ടമായത്? കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.